ഹായ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ ഇന്റഗ്രൽ ആണ്. ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് പറയാം. L of f of t equal to f of s, then L of integral 0 to t f of t dt equal to f of s by s ആയിരിക്കും. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഉള്ളിൽ ഇന്റഗ്രൽ വരികയാണെങ്കിൽ ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് 2 ടൈംസ് ഇന്റഗ്രൽ വരും. അതായത് ഇന്റഗ്രൽ 0 to t f of t dt. അപ്പോൾ ആൻസറിൽ ആകെ ഒരു ചേഞ്ച് മാത്രമേ വരുള്ളൂ. ന്യൂമറേറ്റർ എപ്പോഴും f of s ആയിരിക്കും, ഡിനോമിനേറ്റർ s ന്റെ പവർ മാറും. എത്ര ടൈമാണോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആ എണ്ണായിരിക്കും s ന്റെ പവർ. ഇവിടെ 1 ടൈം ആണ്, അപ്പം s ന്റെ പവർ 1. ഇവിടെ നമുക്ക് 2 ടൈം ആണ്, അപ്പം s സ്ക്വയർ വരും. ഇനിയിപ്പോൾ 3 ടൈംസ് ആണെങ്കിൽ താഴെ s ക്യൂബ് വരും. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്റഗ്രൽ 0 to t etc. ഇന്റഗ്രൽ 0 to t f of t dt etc. dt, അതായത് n ടൈംസ്. ഈ dtസും n ടൈംസ്. അപ്പം n ടൈംസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പം ആൻസറിൽ ഉണ്ടാവുന്ന മാറ്റം ന്യൂമറേറ്റർ എപ്പോഴും f of s ആയിരിക്കും, ഡിനോമിനേറ്റർ s റൈസ് ടു എത്ര ടൈം ആണോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആ എണ്ണായിരിക്കും s ന്റെ പവർ. ഈ കേസിൽ s റൈസ് ടു n. അപ്പൊ ഇങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക. ഇത് യൂസ് ചെയ്യേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഉള്ളിൽ ഇന്റഗ്രേഷൻ വരുമ്പോഴാണ് ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടത്. ഇത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്റഗ്രൽ 0 to t raised to 4 dt കണ്ടുപിടിക്കണം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഉള്ളിലുള്ള ഇന്റഗ്രൽസിനെയൊക്കെ മാറ്റി നിർത്തി ബാക്കിയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഈ കേസിൽ L of ഇന്റഗ്രേഷനെ മാറ്റി നിർത്തിയാൽ t raised to 4 ആണ് ഉണ്ടാവുക. അപ്പൊ L of t raised to 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ് L of t raised to 4? പവർ ഫംഗ്ഷൻ ആണ്. t raised to n ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഗാമ n plus 1 by s raised to n plus 1. അപ്പൊ ഈ കേസിൽ n 4 ആയതുകൊണ്ട് ഗാമ 4 plus 1 by s raised to 4 plus 1, that's equal to gamma 5 by s raised to 5. That's equal to gamma n equal to n minus 1 factorial. Therefore gamma 5 equal to 5 minus 1 factorial, that's equal to 4 factorial, that's equal to 24. അപ്പോൾ ഇതിന്റെ ആൻസർ 24 divided by s raised to 5 ആയിരിക്കും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ കിട്ടിയ ആൻസറിനെയാണ് നമ്മൾ f of s ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെ f of s. ശേഷം നമുക്ക് മെയിൻ ആയിട്ടുള്ള ആൻസറിലേക്ക് വരാം. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്റഗ്രൽ 0 to t raised to 4 dt equal to എത്ര ടൈമാണ്? ഒറ്റ ടൈമാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ f of s by s ആയിരിക്കും. 2 ടൈംസ് ആണെങ്കിൽ s സ്ക്വയർ ആയിരിക്കും, 3 ടൈം ആണെങ്കിൽ s ക്യൂബ് ആയിരിക്കും. ഈ കേസിൽ 1 ടൈം ആയതുകൊണ്ട് s. സോ നമ്മൾ f of s ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. 24 divided by s raised to 5 divided by s, that's equal to 24 divided by s raised to 6. ഇതായിരിക്കും ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഉള്ളിൽ ഇന്റഗ്രൽസ് വരികയാണെങ്കിൽ ചെയ്യേണ്ട രീതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് 2 ടൈംസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന കേസ് നോക്കി നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്റഗ്രൽ 0 to t. നമുക്കൊരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ എടുക്കാം. sin 3t dt. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഇന്റഗ്രൽസിനെ മാറ്റി നിർത്തി ബാക്കി ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം. അതിനെ f of s ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ കേസിൽ L of sin 3t ഫസ്റ്റ് കണ്ടുപിടിക്കാം. L of sin 18 ന്റെ ഫോർമുല അറിയണം. a by s square plus a square ആണ്.
ഈ കേസിൽ a 3 ആയതുകൊണ്ട് 3 by s square plus 3 square that's equal to 3 by s square plus 9. ഇതാണ് നമ്മളെ f of s. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള ആൻസറിലേക്ക് വരാണ്. L of integral 0 to t sin 3t dt equal to ന്യൂമറേറ്റർ എപ്പോഴും f of s ആയിരിക്കും ബൈ ഇവിടെ 2 ടൈംസ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഡിനോമിനേറ്റർ s സ്ക്വയർ ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു f of s നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട് 3 by s square plus 9 divided by s square. That's equal to 3 by s square into s square plus 9. There is question answer. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് 3 ടൈംസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്റഗ്രൽ 0 to t f of t ആയിട്ട് നമുക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കാം. e raised to minus 5t dt ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്റഗ്രൽസിനൊക്കെ മാറ്റി നിർത്തി ബാക്കിയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക. ഈ കേസിൽ e raised to minus 5t that's equal to e raised to 18 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 1 by s minus a ആണ്. therefore ഇവിടെ 1 by s minus a എന്നുള്ളത് ഈ കേസിൽ -5 ആണ്. സോ a ന്റെ സ്ഥാനത്ത് -5 that's equal to 1 by s plus 5. ഇതിനെയാണ് നമ്മൾ f of s ആയിട്ട് എടുക്കേണ്ടത്. ഓക്കേ, ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ആൻസറിലേക്ക് വരാണ്. L of integral 0 to t e raised to minus 5t dt equal to 3 ടൈംസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആൻസർ f of s by s ക്യൂബ് that's equal to f of s നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 by s plus 5 divided by s cube that's equal to 1 by s cube into s plus 5. സോ ഇങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഉള്ളിൽ ഇന്റഗ്രൽസ് വരികയാണെങ്കിൽ ചെയ്യേണ്ട രീതി. ഓക്കെ, താങ്ക് യു.